2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമറിയാൻ ഇനി 2 ദിവസം മാത്രം. ആരായിരിക്കും ജയിക്കുക എന്നറിയാൻ ജൂൺ 4 ഈ സമയം ഏകദേശം നമുക്ക് വ്യക്തമായ രൂപം കിട്ടും. കോൺഗ്രസ് വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. ഇന്ത്യ സഖ്യവും ഇന്ന് വൈകിട്ട് അവരുടെ യോഗം ചേരുന്നുമുണ്ട്. 2 സംസ്ഥാനങ്ങളിലാണ് കോൺഗ്രസിൻ്റെ വലിയ പ്രതീക്ഷ. 100 സീറ്റിലധികം കോൺഗ്രസിന് ലഭിക്കും എന്നവർ വെക്കുന്നത് അല്ലെങ്കിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് മഹാരാഷ്ട്രയും ബീഹാറുമാണ്. കഴിഞ്ഞ തവണ BJP തൂത്തുവാരിയ 2 സംസ്ഥാനങ്ങൾ. ഇവിടെ പകുതിയിലധികം സീറ്റുകൾ 2ഇടത്തും ജയിക്കുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. ഇന്ത്യ സഖ്യത്തിനുമുണ്ട്. RJD ഉൾപ്പെടുന്ന ബീഹാറിലെ സഖ്യം, മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്ര വികാസ് അഗാഡി സഖ്യവും. ബാലു, എന്താണ് കോൺഗ്രസിൻ്റെ പ്രതീക്ഷകൾ ഇവിടെ? വസന്ത, ഇന്ന് ഈ എക്സിറ്റ് പോൾ ചർച്ചകളിലൊക്കെ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കാത്തത് സംബന്ധിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ ആദ്യം പൊതുവെ കരുതപ്പെടുന്നത് അല്ലെങ്കിൽ പൊതുവെ ഒരു സന്ദേശം പുറത്തേക്ക് പോയത് കോൺഗ്രസിന് ഒരു നെഗറ്റീവായ ഒരു ട്രെൻഡാണ് ഉള്ളതെന്നുള്ളതിന്. പക്ഷേ ആഭ്യന്തരമായി കോൺഗ്രസ് കരുതുന്നത്, നേരത്തെ ബസന്ത് പറഞ്ഞതുപോലെ തന്നെ, അവർക്ക് ഇപ്പോഴും ഏതാണ്ട് 90-നും 120-നും ഇടയിൽ സീറ്റ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു വേസ്റ്റ് കേസ് സിനാറിയോയിൽ പോലും അവർ ഒരു കാരണവശാലും ഒരു 75-ൽ താഴെ വരില്ല എന്നാണ് അവരുടെ പ്രതീക്ഷ. ഒരു വേസ്റ്റ് കേസ് സിനാറിയോയിൽ പോലും ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇതിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈ 2 സംസ്ഥാനങ്ങളാണ്, മഹാരാഷ്ട്രയും ബീഹാറും. ഈ മഹാരാഷ്ട്രയിലും ബീഹാറിലുമായിട്ട് അവരുടെ പ്രതീക്ഷയൊക്കെ വളരെ വലുതാണ്. പക്ഷേ ഏറ്റവും അവർ ഷുവർ സീറ്റ് എന്ന് കരുതുന്ന 1 ഡസൻ സീറ്റെങ്കിലും ഈ 2 സംസ്ഥാനങ്ങളിൽ നിന്ന് ഉണ്ട് എന്നതാണ്. കാരണം ഈ 2 സംസ്ഥാനങ്ങളിൽ 1 ഡസൻ സീറ്റ് എന്ന് പറയുന്നതിന് വളരെ പ്രധാനമുണ്ട്. കാരണം കഴിഞ്ഞ തവണ കാര്യമായ ഒരു നേട്ടവും ഈ 2 സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രതിപക്ഷ മുന്നണിക്കോ ഉണ്ടായിട്ടില്ല, കോൺഗ്രസിനുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 2 സംസ്ഥാനങ്ങളിൽ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചുരുങ്ങിയത് 1 ഡസൻ സീറ്റെങ്കിലും കിട്ടുമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇന്ന് രാവിലെ സംസാരിക്കുമ്പോൾ കൂടി പോലും പറയുന്നത്. ഏതൊക്കെ സീറ്റുകളാണത്? സീറ്റുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഏറ്റവും മഹാരാഷ്ട്രയിൽ അവർ നമ്പർ 1 സീറ്റായിട്ട് കരുതുന്നത് ചന്ദ്രപൂരിലാണ്. അതുപോലെ തന്നെ നാന്ദേഡ്, മുംബൈ നോർത്ത് സെൻട്രൽ, കോലാപൂർ, നന്ദുർബാർ, ഷോലാപൂർ, റാംടേക്ക്, ലാത്തൂർ തുടങ്ങിയ മണ്ഡലങ്ങൾ ഏതൊരു വിപരീത സാഹചര്യം ഉണ്ടായാൽ പോലും മഹാരാഷ്ട്രയിൽ വിജയിക്കുമെന്നാണ് അവർ പറയുന്നത്. ഇത് കോൺഗ്രസിൻ്റെ മാത്രം സീറ്റുകളാണ്. ഉദ്ധവ് താക്കറെ പക്ഷത്തിനും അതുപോലെ തന്നെ ശരത് പവാർ പക്ഷത്തിൻ്റെയും സീറ്റുകൾ ഈ പട്ടികയിൽ അവർ പറയുന്നില്ല. പക്ഷേ കോൺഗ്രസിന് നേരത്തെ ബസന്ത് പറഞ്ഞതുപോലെ തന്നെ 100ലേക്ക് എത്തണമെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം മഹാരാഷ്ട്രയിലും ബീഹാറിലും ഒരു ഗെയിം ചേഞ്ചർ ആയിരിക്കണം. അവർക്ക് ഈ സീറ്റുകൾ നമുക്ക് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ഈ പറയുന്ന 2 സീറ്റ് എടുക്കാൻ വേണമെങ്കിൽ ലത്തൂരും നന്ദേഡും. നന്ദേഡ് അശോക് ചവാൻ കഴിഞ്ഞ തവണ 50,000 വോട്ടിന് പരാജയപ്പെട്ട സ്ഥലമാണ്. ആണല്ലോ. അശോക് ചവാൻ ഇത്തവണ BJPയുടെ MP ആയി രാജ്യസഭയിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ജയിച്ച പ്രതാപ് റാവു ചിക്കലീക്കർ ഇത്തവണ വീണ്ടും മത്സരിക്കുന്നുണ്ട്. അശോക് ചവാൻ അവിടെ ഈ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി വലിയ തോതിൽ പ്രചരണം നടത്തുന്നുമുണ്ട്. അവിടെ ഏറ്റവും വലിയ പ്രശ്നം കോൺഗ്രസിൻ്റെ വോട്ടിലേക്ക് കടന്നു കയറുന്നത് അല്ലെങ്കിൽ BJP വിരുദ്ധ വോട്ടുകളിലേക്ക് കടന്നു കയറുന്നത് മറ്റേ ഈ പ്രകാശ് അംബേദ്കറുടെ സംഘടനയാണ്. കഴിഞ്ഞ തവണ 1.65 ലക്ഷം വോട്ട് കിട്ടി. ഇത്തവണയും ഒരു സ്ഥാനാർത്ഥിയുണ്ട്. അപ്പോൾ അവിടെ വീണ്ടും ഈ പറയുന്ന BJP വിരുദ്ധ വോട്ടുകൾ പിളരുന്നു. ചവാൻ്റെ സാന്നിധ്യം ശരിയാണ്. BJPയുടെ ഇപ്പോൾ ചവാന്റെ സാന്നിധ്യം, വസന്ത് ചവാനാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. വസന്ത് ചവാന് അവിടെയുള്ള കുടുംബ ബന്ധം എന്നതിനേക്കാൾ ഉപരി കോൺഗ്രസ് അവിടെ പറയുന്നത് ആ മണ്ഡലത്തിൽ വലിയ സ്വാധീനമുള്ള ജാതി മത വിഭാഗങ്ങളുടെ വോട്ട് അതിത്തവണ ഈ കോൺഗ്രസിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നാണ് കോൺഗ്രസ്. 2019 നിന്ന് വ്യത്യസ്തമായ ഒരു ഘടകം അവിടെ ഉണ്ടായിരിക്കുന്നത് ഈ ജാതി മത വോട്ടുകൾ കോൺഗ്രസിലേക്ക്. ഇതേ ജാതി തന്നെയാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. മറാഠ വോട്ടുകളും ലിംഗായത്ത് വോട്ടുകളും. ആകെ അവർക്കൊരു പ്രതീക്ഷ എന്ന് പറയുന്ന മറാഠ സംവരണത്തുമായി ബന്ധപ്പെട്ട സമരം അവർക്ക് ഗുണം ചെയ്യുമെന്നുള്ളതാണ്. പക്ഷേ ആത്യന്തികമായിട്ട് ആ സമരം അവസാനിപ്പിച്ചത് കേന്ദ്ര സർക്കാരും അവിടുത്തെ സംസ്ഥാന സർക്കാരും മുൻകൈ എടുത്തുകൊണ്ടാണ് മനോജിനെ കണ്ണിൽപ്പൊടിയിടക്കമാണെന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ മറാഠ വോട്ടുകൾ മാറുമോ എന്നുള്ള അറിയണം. 2ാമത്തെ സ്ഥലം ലത്തൂരാണ്. ലാത്തൂരിൽ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രമായിരുന്നു. 2004 ശിവരാജ് പാട്ടീൽ തോറ്റു. BJP അവിടെ ജയിച്ചു 50,000 വോട്ടിൽ 50,000-ൽ പരം വോട്ടുകൾ. അത് കഴിഞ്ഞ് 2014 പിന്നെ 2009 കോൺഗ്രസ് സീറ്റ് ജയിച്ചെങ്കിലും ബാക്കിയുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും BJP ആണ് അവിടെ ജയിക്കുന്നത്. ഇപ്പോഴും ലത്തൂരിൽ ശിവരാജ് പാട്ടീലിൻ്റെ കുടുംബത്തിൽ അർച്ചന പാട്ടീൽ ഇപ്പോൾ BJP ചേർന്നിട്ടുണ്ട്. പിന്നെ അതിനേക്കാൾ നമുക്ക് എടുത്തു പറയാവുന്ന മറാഠ ശക്തി ഒരു സ്ട്രോങ് മാൻ എന്ന് പറയാവുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ആളായിരുന്ന വിലാസ് റാവു ദേശ്മുഖിൻ്റെ ശക്തി കേന്ദ്രമാണ് ലത്തൂർ. അദ്ദേഹത്തിൻ്റെ 2 മക്കൾ അവിടുത്തെ ലത്തൂർ സിറ്റിയിൽ നിന്നും ലത്തൂർ റൂറലിൽ നിന്നും MLA മാരുമാണ്. പക്ഷേ ഇതിനേക്കാൾ ഉപരി
ബി ജെ പിക്ക് അവിടെ ലഭിച്ചിട്ടുള്ള ഭൂരിപക്ഷത്തിൻ്റെ ഇതാണ് ബി ജെ പിയുടെ വോട്ട് കാലക്രമേണ കൂടിയതുമാണ്. 2019 നോക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ വോട്ട് ആകെ കൂടിയിട്ടുള്ളത് 6000-ആണ്. അതേസമയം ബി ജെ പിയുടെ വോട്ട് 6 ലക്ഷത്തിലധികം വർദ്ധിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ആ ഒരു സാന്നിധ്യം കൂടി ഇപ്പം അന്നത്തെ ഒരു സ്വഭാവം മാറിക്കഴിഞ്ഞു. കോൺഗ്രസ് ഇപ്പോൾ പറയുന്ന പഴയ കാര്യങ്ങൾ നമ്മൾ ഈ മഹാരാഷ്ട്രയിൽ പൊതുവായിട്ട് നോക്കുകയാണെങ്കിൽ ഈ മറാത്ത സംവരണത്തിനേക്കാൾ ഉപരിയായി മറാഠ പാർട്ടികളെ പിളർത്തിയ നരേന്ദ്രമോദി അവിടെ ഗുജറാത്തികൾക്ക് എതിരായിട്ടുള്ള ഒരു വികാരം, ഈ വികാരത്തിന് പുറമെ ഈ ലത്തൂരിനെ കുറിച്ച് ഞാൻ ഈ വസന്ത് പറഞ്ഞ ഈ ഗുജറാത്തികൾക്കെതിരെയുള്ള വികാരത്തിന് അവിടെ ഗുജറാത്തികൾ അല്ലല്ല, ലത്തൂരിനെ സംബന്ധിച്ച് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ഏറ്റവും അധികം ഈ കാർഷിക ഡിസ്ട്രസ് ഉണ്ടായ മേഖലകളിൽ മഹാരാഷ്ട്രയിൽ ഉണ്ടായ പ്രദേശങ്ങളിലൊന്ന് ലത്തൂരാണ്. ലത്തൂരിൽ വലിയ തോതിലുള്ള ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ലത്തൂർ. അല്ല, ലത്തൂരിലെ ഈ പറഞ്ഞ വാട്ടർ സ്കേഴ്സിറ്റി ഉള്ള സ്ഥലമാണ് ലത്തൂർ നന്ദ്. അത് കഴിഞ്ഞ തവണ അങ്ങനെ തന്നെയായിരുന്നു, ഇതുവരെ അത് മാറിയിട്ടില്ല. അതിൽ ഇത്തവണ ലത്തൂരിലെ സ്ഥാനാർത്ഥി പറയുന്നത് പ്രധാനമായും ജൽജീവൻ മിഷൻ അവിടെ വിജയിച്ചു എന്നുള്ളതാണ്. ആ 2 സ്ഥാനാർത്ഥി നമുക്കത് വിടാം, നമുക്ക് ബീഹാറിലേക്ക് പോവാം. ബീഹാറിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ A+ മണ്ഡലം എന്ന് കരുതുന്നത് കിഷൻഗഞ്ച് മണ്ഡലമാണ്. കിഷൻഗഞ്ചിൻ്റെ ഒരു ഡെമോഗ്രാഫിയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലമാണ്. ഏത് വിപരീത പരിസ്ഥിതിയിലും അവിടെ കിഷൻഗഞ്ചിൽ വിജയിക്കുമെന്നാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ കത്തിഹാറിനെ സംബന്ധിച്ച് താരിഖ് അൻവർ മത്സരിക്കുന്ന മണ്ഡലമാണ്. കത്തിഹാറിലും കോൺഗ്രസ് നല്ല പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. പട്ന സാഹിബിനെ സംബന്ധിച്ച് ബസന്തിന് എതിരഭിപ്രായം ഉണ്ടാകും. കാരണം 1984 മണ്ഡല പുനർനിർണയത്തിന് ശേഷം കോൺഗ്രസ് വിജയിക്കാത്ത, കോൺഗ്രസിന് ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്നു. പക്ഷേ ഇത്തവണ രവിശങ്കർ പ്രസാദിനെതിരെ അവിടെ ശക്തമായ ജനവികാരമുണ്ട് എന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. RJDയുടെ കൂടി വോട്ട് വരുമ്പോൾ പട്ന സാഹിബ് ഇത്തവണ തങ്ങൾക്ക് ജയിക്കാമെന്നാണ് കോൺഗ്രസ് കരുതുന്നത്. അതുപോലെ തന്നെ സമസ്തിപൂർ, ഈ 4 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വിജയം ഉറപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ വിജയസാധ്യത വളരെ കൂടുതലാണ് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇതിൽ 3 മണ്ഡലം പ്രധാനമായിട്ട് എടുക്കാവുന്നത് നമുക്ക് കിഷൻഗഞ്ചും കത്തിഹഡും അതുപോലെ പട്ന സാഹിബുമാണ്. കിഷൻഗഞ്ച് 68% മുസ്ലിങ്ങളുള്ള ഒരു മണ്ഡലമാണ്. അവിടെ OIC കൊണ്ടൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. 1.5 ലക്ഷം വോട്ട് OICയുടെ സ്ഥാനാർത്ഥി പിടിച്ചാൽ അവിടെ JDUവിൻ്റെ സ്ഥാനാർത്ഥി വിജയിക്കും. അതാണ് വളരെ ശക്തമായി തന്നെയാണ് OIC അവിടെ നിർത്തിയിട്ടുള്ളത്. അതാരാണ് OICയുടെ പിറകിലെന്നുള്ളത് നമ്മൾ പറയേണ്ട, ആരായിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ വളരെ ശക്തമായിട്ടുള്ളൊരു മത്സരം ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ള സത്യം തന്നെയാണ്. കത്തിഹഡ് എടുക്കുമ്പോൾ കത്തിഹഡിലും സമാനമായ സാഹചര്യം. കഴിഞ്ഞ തവണ 57,000 വോട്ടിനാണ് താരിഖ് അൻവർ പരാജയപ്പെടുന്നത്. പക്ഷേ കത്തിഹഡിലും സമാനമായ രീതിയിൽ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ടുള്ളൊരു കളിക്ക് BJP തയ്യാറെടുക്കുന്നുണ്ട് അവിടെ. പിന്നെ കത്തിഹഡിലുള്ള ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് സമുദായങ്ങൾ, അതായത് മല്ല തുടങ്ങിയിട്ടുള്ള നിഷാദന്മാരുടെ, വികാസ്ശീൽ ഇൻസാൻ പാർട്ടികളുടെയൊക്കെ വളരെ സജീവമായിട്ട് അവിടെ ബീഹാറിൽ ആകമാനം തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുണ്ട്. CPM നിൽക്കുന്ന മണ്ഡലത്തിലും ഖഗാഡിയ, അതുപോലെ തന്നെ CPML നിൽക്കുന്ന മണ്ഡലത്തിലും ഒരുപക്ഷെ CPM കാഡറുകളേക്കാൾ വളരെ ശക്തമായിട്ട് വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയുടെ ആൾക്കാർ മത്സരിക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തുണ്ട് എന്നുള്ള സത്യം തന്നെയാണ്. പ്രതീക്ഷ വളരെ അധികം ഉണ്ട് എന്നുള്ള ഞാൻ സമീപിക്കുന്നു. പട്ന സാഹിബിനെ സംബന്ധിച്ചിടത്തോളം ഈ 2 മണ്ഡലങ്ങളെ സംബന്ധിച്ച ഒരു കാര്യം പറയണ്ട. അതായത് ഇന്ത്യയിൽ ഇത്തവണ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുസ്ലിം വോട്ടിൻ്റെ ഒരു ഭിന്നിപ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് മഹാരാഷ്ട്രയിലായിക്കോട്ടെ, ഈ ബീഹാറിലായിക്കോട്ടെ, ഉത്തർപ്രദേശിലായിക്കോട്ടെ, പൊതുവെ നോർത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും, ദക്ഷിണേന്ത്യയിൽ നേരത്തെ പറയേണ്ടതില്ല, ഈ സംസ്ഥാനങ്ങളിലൊക്കെ ആരാണോ BJPക്കെതിരെ ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കുന്ന ആ സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമാകുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവരിലേക്ക് മുസ്ലിം വോട്ട് കേന്ദ്രീകരിച്ചു എന്നാണ് ഇപ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെ ഉണ്ടായിട്ടില്ല. അല്ല, കഴിഞ്ഞ തവണ ഈ പറയുന്നത് പോലെ ഒരു ഏകീകരണം പൂർണ്ണമായ തോതിൽ നടന്നതായിട്ട് കരുതപ്പെടുന്നില്ല, അവർ കരുതുന്നില്ല. പക്ഷേ ഇത്തവണ അവരുടെ പ്രതീക്ഷ അതാണ്. വെരി ഗുഡ്. പട്ന സാഹിബ് എടുക്കാം. കഴിഞ്ഞ തവണ ശത്രുഘ്നൻ സിൻഹ തോറ്റത് ഏകദേശം 5 ലക്ഷം വോട്ടിനാണ്. അപ്പം രവിശങ്കർ പ്രസാദിനെതിരെ വളരെ ശക്തമായ വികാരം ഉണ്ടായിരുന്നാൽ ഈ 5 ലക്ഷം വോട്ട് മറികടക്കണം. അത് കഴിഞ്ഞ തവണയും RJD ഒപ്പം ഉണ്ടായിരുന്നു, എന്നിട്ടും ജയിച്ചില്ല. അപ്പോൾ ഇത്തവണ അത് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ നല്ലതാണ്. രവിശങ്കർ പ്രസാദ് ഇടക്കാലത്ത് അദ്ദേഹം ഈ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്നൊക്കെ മാറിയതിനു ശേഷം അദ്ദേഹം മണ്ഡലത്തിൽ സജീവമല്ലായിരുന്നു. അദ്ദേഹത്തിനെതിരെ ശക്തമായ ഒരു ജനവികാരം അവിടെ ഉണ്ട് എന്നൊക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. നമുക്ക് അവരുടെ പ്രതീക്ഷകൾ മാത്രമാണ് ഇപ്പോൾ പറയാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും ഒരു അന്തിമ ഫലത്തിനായി നമ്മൾ കാത്തിരിക്കേണ്ടി വരും. മഹാരാഷ്ട്രയും ബീഹാറുമായിരിക്കും സ്വിംഗ് സ്റ്റേറ്റുകൾ എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്.
കോൺഗ്രസ്സിന് ഇവിടെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും മെച്ചപ്പെട്ട രീതിയിൽ ഈ പറയുന്ന പോലെ അല്ലെങ്കിൽ അവർ അവകാശപ്പെടുന്ന പോലെ ഈ മണ്ഡലങ്ങളിൽ പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷേ 4-ാം തീയതി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.